പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പന്തളം തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് ഉണ്ട് നമ്മളോടൊപ്പം. സ്വാഗതം ശ്രീ രാജേന്ദ്ര പ്രസാദ്. 4 വർഷത്തോളം പഞ്ചായത്തിലെ സമഗ്ര വികസന പ്രവർത്തനങ്ങളിലെല്ലാം താങ്കളുണ്ട്. ഇതുവരെയുള്ള ഭരണ സംവിധാനത്തിന്റെ ക്ഷേമ വികസന നേട്ടങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് അടൂർ മുനിസിപ്പാലിറ്റിക്കും പന്തളം മുനിസിപ്പാലിറ്റിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ആണ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്. സർക്കാരിന്റെ മികച്ച പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പഞ്ചായത്താണ് പന്തളം തെക്കേക്കര. അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ സംവിധാനത്തിലുള്ള ബെസ്റ്റ് CDS അവാർഡ് നേടിയ കുടുംബശ്രീ ഉള്ള പഞ്ചായത്താണ് പന്തളം തെക്കേക്കര. തീർച്ചയായും ഒരു പുരസ്കാര നിറവിൽ തന്നെയാണ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതലുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് പന്തളം തെക്കേക്കര. കർഷകരുടെ ഉന്നമനത്തിനുള്ള പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് പഞ്ചായത്ത് ഇടപെടുന്നത്? കാർഷിക മേഖലയ്ക്ക് നല്ല മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്താണ് പന്തളം തെക്കേക്കര പഞ്ചായത്ത്. സർക്കാർ നടപ്പിലാക്കിയ ഞങ്ങളെ കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതിയിൽ 2 മണിക്കൂർ കൊണ്ട് 2000 അടുക്കളത്തോട്ടം നിർമ്മിച്ച് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ നില കൈവരിച്ച് നിയമസഭയിൽ കൃഷി വകുപ്പ് മന്ത്രി പന്തളം തെക്കേക്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി. കൃഷിക്കൂട്ടങ്ങളെല്ലാം രൂപീകരിച്ച് ഫലപ്രദമായി കാർഷിക മേഖലയിൽ നന്നായി ഇടപെടുന്നു. അതിന്റെ ഫലമായി ഒട്ടേറെ പദ്ധതികൾ കൃഷി മേഖലയിൽ നടപ്പിലാക്കി. പച്ചക്കറി വ്യാപന പദ്ധതി, ഇലവാഴ കൃഷി, പൂക്കൾ നിറയും ഗ്രാമം പദ്ധതി, അതുപോലെ കൃഷിക്കാരെ പന്നിയുടെ ആക്രമണത്തിൽ നിന്നും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സോളാർ വേലി, അതുപോലെ ഫെൻസിങ് തുടങ്ങിയ പദ്ധതികളൊക്കെ ആ മേഖലയിൽ നടപ്പിലാക്കി കർഷകരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനം നടത്തി വരുന്നു. അതുപോലെ തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ ആഡഡ് പദ്ധതികൾ നടപ്പിലാക്കുന്നു. മഞ്ഞൾ സംസ്കരിച്ച് മഞ്ഞൾ പൊടി നിർമ്മിക്കുന്ന യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ മാവരപ്പാടത്തെ നെല്ല് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടുള്ള അരിയും പുട്ടുപൊടി അതുപോലെ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും നൽകി കാർഷിക മേഖലയിലെ ഫലപ്രദമായ ഇടപെടലുകളുമായി മുന്നോട്ട് പോകുന്നു. ഈ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രത്യേക യൂണിറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പഞ്ചായത്തിൽ? പഞ്ചായത്തിലെ ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ക്ഷീര കർഷകരിൽ നിന്ന് ചാണകം സമ്പുഷ്ടീകരിച്ച് ജൈവവളമാക്കി കൃഷിക്ക് ഉപയോഗിക്കുന്ന പ്രവർത്തനം നടന്നു. അതുവഴി അത് നടപ്പിലാക്കുന്ന കൃഷിക്കൂട്ടങ്ങൾക്കും കുടുംബശ്രീകൾക്കും ഒരു വരുമാന മാർഗമാകുന്നു. കർഷകർക്ക് മെച്ചപ്പെട്ട ജൈവവളം ലഭ്യമാകുന്നു. വൃത്തിയുള്ള കാലിത്തൊഴുത്തുകളോ ഒക്കെ ആയി മാറ്റുന്നതിനുള്ള സംവിധാനവുമായി അത് മുന്നോട്ട് പോകും. തീർച്ചയായും ഈ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞത്? മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ജനകീയമായ പ്രവർത്തനമാണ് നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും മിനി MCF എല്ലാം സ്ഥാപിച്ചു. നിലവിൽ തന്നെ MCF ഉണ്ടായിരുന്നു എങ്കിലും അതിന്റെ സ്ഥല സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആധുനികമായ ഒരു സംവിധാനത്തിലുള്ള ഒരു MCF നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. അതുപോലെ എല്ലാ നീർച്ചാലുകളുടെയും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. അതുപോലെ കുളങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി. വീടുകളിൽ ജൈവമാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബയോബിന്നും അടക്കമുള്ള കാര്യങ്ങൾ നൽകി. എല്ലാ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ഹരിത സ്ഥാപനങ്ങളാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ബിന്നുകളെല്ലാം നൽകി. വീടുകളെ പരമാവധി ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഉപാധികൾ സ്വീകരിക്കുന്ന മാർഗങ്ങളെല്ലാം സ്വീകരിച്ചു. പൊതുസ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു, ബിന്നുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളെയെല്ലാം ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളും നല്ല നിലയിൽ പുരോഗമിക്കുകയാണ്. തീർച്ചയായും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളെയും ഇത്തരത്തിൽ ഈ കൃഷിയിലേക്ക് ഇറക്കുന്ന പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നുണ്ടല്ലേ? നടപ്പിലാക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രാധാന്യം നൽകുന്ന പഞ്ചായത്താണ്. അതിന്റെ ഫലമായി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ LP UP സ്കൂളിലെ കുട്ടികൾക്ക്
പ്രഭാത ഭക്ഷണം, സൗജന്യമായ പ്രഭാത ഭക്ഷണം നൽകുന്ന ഒരു പഞ്ചായത്ത് ആണ്. എല്ലാ കുട്ടികൾക്കും LP UP വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും രാവിലെ സ്കൂളിലേക്ക് എത്തുമ്പോൾ അതിനാവശ്യമായ പ്രഭാത ഭക്ഷണം നൽകുന്നു. അതോടൊപ്പം തന്നെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളുകളിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നു. അതുവഴി സ്കൂളുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ഉപകരണങ്ങളും എല്ലാം നൽകി അതുപോലെ സ്മാർട്ട് ക്ലാസ് റൂമുകളായി LP സ്കൂളുകളെ മാറ്റി അത് ഇന്ററാക്റ്റീവ് പാനൽ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഒരു ആധുനിക സംവിധാനത്തിലുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് സ്കൂളുകളിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗത്തിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ ചെയ്തത്? വയോജനങ്ങളും ഭിന്നശേഷിക്കാരായും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇവർക്കായുള്ള പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്? വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാരായ അവരുടെ ഉന്നമനത്തിനായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിന്റെ എല്ലാം ഫലമായിട്ട് വയോജനങ്ങളുടെ എല്ലാം കലോത്സവം നമ്മൾ സംഘടിപ്പിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഇവിടെ ആളുകൾക്ക് അവിടുത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി BRC ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ജില്ലയിൽ ആദ്യമായി 2 പഞ്ചായത്തുകൾ ആരംഭിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. അതിന്റെ ഭൗതിക സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെട്ട് നന്നായി മുന്നോട്ട് പോകുന്നു. പഠന സ്കോളർഷിപ്പ് എല്ലാം നൽകുന്നുണ്ട്. വയോജനങ്ങൾക്ക് ക്ലബ്ബുകൾ രൂപീകരിക്കുന്ന പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അവരുടെ ക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള കട്ടിൽ അടക്കമുള്ള പദ്ധതികൾ, കട്ടിൽ നൽകുന്ന പദ്ധതികൾ നൽകുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തിലെ എല്ലാവർക്കും പാർപ്പിടം നൽകാൻ, അതായത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ഉൾപ്പെടുത്തി എല്ലാവർക്കും വീട് അനുവദിക്കാനുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെയാണ്? എല്ലാവർക്കും വീട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്തിയ പ്രാധാന്യം കൊടുത്ത ഒരു മേഖലയാണ് ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ കാലയളവിൽ തന്നെ 250-ലധികം വീടുകൾ ഇപ്പോൾ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. SC അഡീഷണൽ ലിസ്റ്റ് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വീട് കൊടുത്തു. ലൈഫ് 2020 പദ്ധതിയുടെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 250 വീടുകൾ പൂർത്തീകരിച്ചു. കുറച്ച് വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ എന്റെ ഒരു സ്ഥിതി. അതുകൊണ്ട് ലൈഫ് പദ്ധതിക്ക് നല്ല പ്രാധാന്യം കൊടുത്താണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഈ സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? മികവുറ്റ രീതിയിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുടുംബശ്രീ ജില്ലയിലെ ഏറ്റവും മികച്ച കുടുംബശ്രീയുടെ ബെസ്റ്റ് CDS അവാർഡ് നേടിയ കുടുംബശ്രീയാണ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലുള്ളത്. ആ കുടുംബശ്രീ മേഖലയിൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് വരുമാന വർധനവിന് ആവശ്യമായ പദ്ധതികൾ ആരംഭിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ലക്ഷ്യമിട്ടതും ഇപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പൊ അതിന്റെ ഫലമായി പഞ്ചായത്തിലെ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ പഞ്ചായത്ത് ഓഫീസ് തന്നെ കുടുംബശ്രീയുടെ ഒരു കഫേ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മാലിന്യമുക്തത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി തുണിസഞ്ചി നിർമ്മിക്കുന്ന യൂണിറ്റ് പ്രവർത്തിക്കുന്നു. LED ബൾബ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ ആരംഭിക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും ആവശ്യമായ സബ്സിഡി കൊടുക്കുന്നു. അങ്ങനെ സംരംഭങ്ങൾ ആരംഭിക്കുന്ന പ്രവർത്തനത്തിലൂടെ വരുമാന വർധനവിലൂടെ കുടുംബശ്രീയിലെ നല്ല ശാക്തീകരണ പ്രവർത്തനത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നു. ഓണക്കാലത്ത് വലിയ പന്തളം തെക്കേക്കര ഫെസ്റ്റ് എന്ന നിലയിൽ ഒരു വലിയ പരിപാടി എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട്. കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിക്കാനുള്ള ആളുകളെല്ലാം അവിടേക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്ത് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ഫെസ്റ്റ് എന്നുള്ള നിലയിലാണ് പന്തളം തെക്കേക്കര ഫെസ്റ്റ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, മികവുറ്റ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വെല്ലുവിളികൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. അത് പരിഹരിക്കുന്നതിനുള്ള നല്ല ഇടപെടലാണ് ഇപ്പോൾ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മിനി കുടിവെള്ള പദ്ധതികൾ 1-2 ആരംഭിച്ച് ആ പ്രവർത്തനം ഫലപ്രദമായി പോകുന്നു. ജലജീവൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്കാണ് പ്രതിസന്ധി ഉണ്ടായിരുന്നത്. അത് പരിഹരിക്കാനുള്ള കാര്യക്ഷമമായ ഇടപെടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമമുള്ള പ്രദേശങ്ങളിലെല്ലാം പഞ്ചായത്തിന്റെ ചെലവിൽ നമ്മള് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എല്ലായിടത്തും എത്തിച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷവും അത് ഫലപ്രദമായി നടപ്പിലാക്കി. ഈ വർഷവും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളും വഴിവിളക്കുകളും എല്ലാം എല്ലായിടത്തും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? പഞ്ചായത്തിന്റെ എല്ലാ റോഡുകളിലും, ഗ്രാമീണ റോഡുകൾ മുഴുവനും ഇപ്പോ നമ്മുടെ വഴിവിളക്ക് സ്ഥാപിക്കാനുള്ള ലൈൻ വലിച്ച് വഴിവിളക്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് ഈ പുതിയ സംവിധാനം നിലവിൽ വരുമ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ വൈദ്യുതി തെരുവിളക്കുകൾ സ്ഥാപിക്കാനുണ്ടായിരുന്നു.
പക്ഷെ എല്ലാ ഗ്രാമീണ റോഡുകളും സമ്പൂർണ്ണമായും തെരുവിളക്കൾ സ്ഥാപിച്ച് ഇത് പരിപാലിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി പരിപാലിച്ച് മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തിന്റെ ഏത് സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയാലും തെരുവിളക്കൽ നന്നായി പ്രകാശിക്കുന്ന ഒരു പ്രവർത്തനമായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ആ തെരുവിളക്കളുടെ പരിപാലനം വളരെ വളരെ കൃത്യമായി ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുണ്ട്. റോഡുകളുടെ കാര്യത്തിൽ പഞ്ചായത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും ടാർ ചെയ്ത് സഞ്ചാരമൊക്കെ ആക്കിയിട്ടുള്ളതാണ്. ഇപ്പോ ഈ വർഷത്തെ മെയിൻ്റനൻസിനോടുകൂടി പൂർണ്ണമായും അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? എത്രത്തോളം ടൂറിസത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണോ ഇത്? ഗ്രാമീണ മേഖലയിലെ ഗ്രാമീണ ടൂറിസത്തിന് ചില സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ്. പഞ്ചായത്തിലെ ഉടമസ്ഥതയിലുള്ള താളിയാട്ട് ചിറ ഒരു ടൂറിസം കേന്ദ്രമായി വികസിപ്പിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഞങ്ങൾ ഈ വർഷം കടന്നിട്ടുള്ളത്. അത് ഗ്രാമീണ ടൂറിസത്തിന് ആളുകൾക്ക് ഹാപ്പിനെസ് പാർക്കായും അതുവഴി ആളുകൾക്ക് നല്ല ശുദ്ധമായ കാറ്റ് ഒക്കെ കൊണ്ട് ഇരിക്കാനും വൈകുന്നേരങ്ങളിൽ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് താളിയാട്ട് ചിറ. അത് ഡെവലപ്പ് ചെയ്ത് അവിടെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ വർഷത്തെ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഭാവി പ്രവർത്തനങ്ങളെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ വീടില്ലാത്ത ബാക്കി മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാക്കുന്ന പദ്ധതി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു സ്കൂളിലെ ഒരു ക്ലാസ് റൂം വീതമാണ് സ്മാർട്ട് ആക്കിയിട്ടുള്ളത്. അത് എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ആക്കി മുന്നോട്ട് പോകാൻ ഉള്ള ഉദ്ദേശമാണ്. കുടിവെള്ളം പൂർണ്ണമായും പരിഹരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും പിന്നോക്ക മേഖലയിലും പട്ടികജാതി പിന്നോക്ക മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകളെല്ലാം ഇപ്പൊ തന്നെ നൽകുന്നുണ്ട്. അത് മുഴുവൻ ആളുകൾക്ക് നൽകി മെച്ചപ്പെട്ട ഒരു പുരോഗതി ആ മേഖലയിലും കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബശ്രീയുടെ ഭാഗമായി തന്നെ തുണിസഞ്ചി നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ടല്ലേ? അതെ അതെ, തുണിസഞ്ചി പ്ലാസ്റ്റിക്കിന് ബദൽ ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് ആരംഭിച്ചത്. അപ്പോ പ്ലാസ്റ്റിക് ബാഗുകളെല്ലാം നിരോധിക്കുമ്പോൾ ആളുകൾക്ക് അതിന് ബദൽ സാധനം ആളുകളുടെ കൈകളിൽ എത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ്. അതിന്റെ ഫലമായിട്ടാണ് തുണി കൊണ്ടുണ്ടായ ആകർഷകമായ ബാഗുകളെല്ലാം നിർമ്മിച്ച ബാഗുകളും സഞ്ചികളും. അപ്പൊ ഇന്നത്തെ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ഫാഷനിലായിട്ടുള്ള സഞ്ചികളെല്ലാം നിർമ്മിക്കുന്ന യൂണിറ്റ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ സ്കൂളുകൾക്കെല്ലാം ഡൈനിങ് ഹാളുകൾ സർക്കാരിന്റെ നമ്മുടെ ഗവൺമെന്റ് LP സ്കൂളുകളാണ് പഞ്ചായത്തിന്റെ അധികാരത്തിൽ LP UP സ്കൂളുകളാണ്. അതിൽ ഗവൺമെന്റ് LP സ്കൂളുകളിലെല്ലാം നമ്മൾ ഡൈനിങ് ഹാളുകൾ നിർമ്മിച്ച് കുട്ടികളുടെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായി കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്കൂളുകളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളെല്ലാം നൽകാനുള്ള പദ്ധതികൾ ഉണ്ടോ? അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളാണോ നിലവിൽ ഈ ഒരു പഞ്ചായത്തിലുള്ളതെല്ലാം? എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളല്ല. പഞ്ചായത്ത് നേരത്തെ തന്നെ സ്കൂളുകളിലെ സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ട്. അത് കുറച്ചുകൂടി ഏറ്റവും മോഡേണൈസേഷൻ ചെയ്തുകൊണ്ട് അവിടെ ഈ ഇന്ററാക്റ്റീവ് പാനൽ ബോർഡ് സ്ഥാപിച്ച് കുട്ടികൾക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് മെച്ചപ്പെട്ട ഒരു പഠനം നടത്തുക എന്നുള്ളതാണ് ആ കാര്യത്തിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാ ക്ലാസ് റൂമുകളും ഒരു സ്കൂളിലെ ഒരു ക്ലാസ് റൂമിനെയാണ് നമ്മളിപ്പം ഇങ്ങനെ ആക്കിയിട്ടുള്ളത്. അത് എല്ലാ സ്കൂളുകളിലെയും എല്ലാ ക്ലാസ്സിനെയും ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ലക്ഷ്യമാണ്. തീർച്ചയായും സമഗ്രമായിട്ടുള്ള വികസന പദ്ധതികളാണ് ഈ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർന്നുള്ള ഭരണവും ഉചിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ രാജേന്ദ്ര പ്രസാദ്.